നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജൈവ വൈവിധ്യം എന്ന മേഖലയിലെ ചില കാര്യങ്ങളാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത്. മണ്ണൊലിപ്പിൽ നല്ലൊരു ഭാഗവും ഇല്ലാതായ ഈ ദ്വീപിൽ പുല്ലുപോലും മുളയ്ക്കാത്ത തരിശു മണൽപ്പരപ്പായിരുന്നു. ഏറെ പ്രദേശവും ഈ തരിശു മണൽപ്പരപ്പായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ ഒരു കാട് നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ 50 വർഷങ്ങൾ കൊണ്ട് ജാവദ് പയേങ്ക് എന്ന മനുഷ്യൻ ഒറ്റയ്ക്ക് വളർത്തിയ കാട്, ഉറുമ്പുകൾ മുതൽ കടുവയും കാണ്ടാമൃഗവും ആനയും വരെയുള്ള ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറ. ആ ജൈവ വൈവിധ്യത്തിന് ആ കലവറ ഇന്ന് 1300-ലധികം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു. പ്രകൃതിയുടെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനമായ ജൈവ വൈവിധ്യം എന്ന അനുഗ്രഹത്തെ ഈ സാധാരണക്കാരനെ പോലെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. ജൈവവൈവിധ്യത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഭൂമിയിലെ ജീവജാലങ്ങളെയെല്ലാം പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയിൽ ഏതെങ്കിലും ഒന്ന് ഭൂമുഖത്ത് നിന്നില്ലാതായാൽ അത് മറ്റു പല ജീവികളുടെയും നിലനിൽപ്പിനെ ബാധിക്കും. അത് ജീവവ്യവസ്ഥയിൽ വലിയ അഘാതമായിരിക്കും സൃഷ്ടിക്കുക. അതിനൊരു ഉദാഹരണമാണ് ഡോഡോ പക്ഷി. വംശനാശം സംഭവിച്ച പക്ഷിയാണ് ഡോഡോ എന്നറിയപ്പെടുന്നു പക്ഷി. ഡോഡോ പക്ഷിയുടെ പ്രിയപ്പെട്ട ഭക്ഷണമായിരുന്നു കാൽവേരിയ എന്ന മരത്തിൻ്റെ പഴം. ഡോഡോ ഇതിൻ്റെ പഴങ്ങൾ കഴിച്ച് കാഷ്ടിക്കും. ആ വിത്തുകൾ മാത്രമേ മുളയ്ക്കുമായിരുന്നുള്ളൂ. ആ മരം നശിച്ചതോടെ അതിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഒട്ടേറെ ജീവജാലങ്ങൾ കഷ്ടത്തിലായി. അവയുടെ പഴങ്ങൾ വിറ്റ് ജീവിച്ചിരുന്നവർക്ക് മറ്റു പണികൾ തേടേണ്ടി വന്നു. ഓരോ ജീവിയും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പ്രകൃതിയും അതിലെ ജീവജാലങ്ങളുമായി നമ്മുടെ നിലനിൽപ്പിന് കാരണം വായു, ജലം, പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം എന്നിവയ്ക്കെല്ലാം നമ്മൾ ചുറ്റുപാടിനെ ആശ്രയിക്കുന്നു. ഊർജ കൈമാറ്റത്തിനും ഭക്ഷ്യശൃംഖല കണ്ണിമുറിഞ്ഞ് പോകാതിരിക്കാനുമൊക്കെ ഓരോ ജീവിയും ഈ പ്രപഞ്ചത്തിലുണ്ടായേ തീരും. അവയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യരായ നമ്മുടെ കടമയാണ്. ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, മെക്സിക്കോ, പെറു, വെനിസുല തുടങ്ങിയവയാണ് ജൈവ വൈവിധ്യത്തിൽ ലോകത്തിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങൾ. ഇതുവരെ കണ്ടെത്തിയ ജീവിവിഭാഗങ്ങളിൽ പകുതിയും ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണുള്ളത്. സസ്യങ്ങളുടെ 2/3 ഭാഗവും ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ് വളരുന്നത്. ജൈവവൈവിധ്യത്തിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന വസ്തുതയാണ് ഇത്. ലോകത്തിൽ ആകെ 87 ലക്ഷത്തിലധികം ജീവജാലങ്ങളുണ്ട്. അവയിൽ 65 ലക്ഷങ്ങൾ ഇനങ്ങൾ കരയിലും ബാക്കിയുള്ളവ കടലിലുമാണ് വസിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ കണക്ക് എടുക്കുകയാണെങ്കിൽ മനുഷ്യൻ തിരിച്ചറിഞ്ഞതും തിരിച്ചറിയാത്തതുമായ ജീവജാലങ്ങളുണ്ട്. അതിസൂക്ഷ്മ ജാലങ്ങൾ 27,500 എണ്ണമാണുള്ളത്. അതിൽ തിരിച്ചറിഞ്ഞത് 13,000 മാത്രം. പ്രോട്ടോസോവകൾ ആകെയുള്ളത് 36,400 എണ്ണമാണ്. തിരിച്ചറിഞ്ഞത് 8,100. സസ്യങ്ങൾ ആകെയുള്ളത് 2,90,800 തിരിച്ചറിഞ്ഞത് 2,15,000. കുമിളുകൾ ആകെയുള്ളത് 6,11,000. തിരിച്ചറിഞ്ഞത് 43,270. ജന്തുജാലങ്ങൾ ആകെ 77,70,000. തിരിച്ചറിഞ്ഞത് 9,55,000 മാത്രം. അതുപോലെ ഒട്ടേറെ ജീവജാലങ്ങളെ ഇനിയും നമുക്ക് കടലിലും കരയിലുമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട ചെറിയ വിവരങ്ങളാണ്. ആഗോള ജൈവവൈവിധ്യ വർഷമായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് 2010 അത് ജൈവവൈവിധ്യത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒരു വസ്തുത കൂടിയാണ്. ഇത്
ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.